പ്രിയമുള്ളവരെ, വചനജ്വാല 1609 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജനുവരി 26 തിങ്കളാഴ്ച എല്ലാവർക്കും ഏറ്റവും നല്ല ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. നമ്മൾ ഇന്ന് ഭാരതത്തിൻ്റെ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന ദിവസമാണ്. ഇന്ത്യയുടെ പരമോന്നത നിയമമായ ഭരണഘടന നിലവിൽ വന്ന ദിവസം. ഈ ദിവസമാണ് നാം റിപ്പബ്ലിക് ദിനമായി ആചരിക്കുന്നത്. എല്ലാവർക്കും റിപ്പബ്ലിക് ദിനത്തിൻ്റെ ആശംസകൾ നേരുന്നു. ഇന്നത്തെ വചന വായനയിൽ ഏശയ്യായുടെ പുസ്തകം 62 അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. സിയോന്റെ ന്യായം പ്രഭാതം പോലെയും ജെറൂസലേമിന്റെ രക്ഷ ജ്വലിക്കുന്ന പന്തം പോലെയും പ്രകാശിക്കുന്നത് വരെ അവളെ പ്രതി ഞാൻ നിഷ്ക്രിയനോ നിശബ്ദനോ ആയിരിക്കുകയില്ല. ജനതകൾ നിന്റെ ന്യായീതീകരണവും രാജാക്കന്മാർ നിന്റെ മഹത്വവും ദർശിക്കും. കർത്താവ് വിളിക്കുന്ന ഒരു പുതിയ പേരിൽ നീ അറിയപ്പെടും. കർത്താവിന്റെ കയ്യിൽ നീ മനോഹരമായ ഒരു കിരീടമായിരിക്കും. നിന്റെ ദൈവത്തിന്റെ കരങ്ങളിൽ ഒരു രാജകീയ മകുടവും. പരിത്യക്തയെന്ന് നീയോ വിജനം എന്ന് നിന്റെ ദേശമോ ഇനിമേൽ പറയപ്പെടുകയില്ല. എന്റെ സന്തോഷം എന്ന് നീയും വിവാഹിതയെന്ന് നിന്റെ ദേശവും വിളിക്കപ്പെടും. എന്തെന്നാൽ കർത്താവ് നിന്നിൽ ആനന്ദം കൊള്ളുന്നു. നിന്റെ ദേശം വിവാഹിതയാകും. യുവാവ് കന്യകയെ എന്ന പോലെ നിന്റെ പുനരുദ്ധാരകൻ നിന്നെ വിവാഹം ചെയ്യും. മണവാളൻ മണവാട്ടി എന്ന പോലെ നിന്റെ ദൈവം നിന്നിൽ സന്തോഷിക്കും. ജെറൂസലേമേ, നിന്റെ മതിലുകളിൽ ഞാൻ കാവൽക്കാരെ നിർത്തിയിരിക്കുന്നു. അവർ ഒരിക്കലും രാത്രിയോ പകലോ നിശബ്ദരായിരിക്കുകയില്ല. അവളുടെ ഓർമ്മ കർത്താവിൽ ഉണർത്തുന്നവരെ നിങ്ങൾ വിശ്രമിക്കരുത്. ജെറൂസലേമിനെ സ്ഥാപിക്കുകയും അവളെ ഭൂമിയിൽ പ്രശംസാപാത്രമാക്കുകയും ചെയ്യുന്നതുവരെ അവിടത്തേക്ക് വിശ്രമം നൽകുകയും അരുത്. തൻ്റെ വലത്തുകൈ ബലിഷ്ഠമായ ഭുജം ഉയർത്തി കർത്താവ് സത്യം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ ധാന്യങ്ങൾ നിന്റെ ശത്രുക്കൾക്ക് ഭക്ഷണമായി ഞാൻ നൽകുകയില്ല. നീ അധ്വാനിച്ചുണ്ടാക്കിയ വീഞ്ഞ് വിദേശികൾ കുടിക്കുകയുമില്ല. സംഭരിക്കുന്നവർ തന്നെ അത് ഭക്ഷിച്ച് കർത്താവിനെ സ്തുതിക്കും. ശേഖരിക്കുന്നവർ തന്നെ അത് എൻ്റെ വിശുദ്ധാങ്കണത്തിൽ വെച്ച് പാനം ചെയ്യും. കടന്നു പോകുവിൻ, കവാടങ്ങളിലൂടെ കടന്നു ചെന്ന് ജനത്തിന് വഴിയൊരുക്കുവിൻ. പണിയുവിൻ, കല്ലുകൾ നീക്കി രാജപാത പണിയുവിൻ. ഒരു അടയാളം ഉയർത്തുവിൻ, ജനതകൾ അറിയട്ടെ. ഭൂമിയുടെ അതിർത്തികൾ വരെ കർത്താവ് പ്രഘോഷിക്കുന്നു. സിയോൻ പുത്രിയോട് പറയുക, ഇതാ നിന്റെ രക്ഷ വരുന്നു. ഇതാ അവിടുത്തെ പ്രതിഫലം അവിടത്തോടു കൂടെ, സമ്മാനം അവിടുത്തെ മുൻപിലും. കർത്താവിനാൽ രക്ഷിക്കപ്പെട്ട വിശുദ്ധ ജനമെന്ന് അവർ വിളിക്കപ്പെടും. അന്വേഷിക്കപ്പെടുന്നവൾ അപരിത്യക്ത നഗരം എന്ന് നീ വിളിക്കപ്പെടും. ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ
തിമോത്തിയെ അനുസ്മരിക്കുന്ന പൊൻസുദിനം. പൗലോസ്ലീഹായുടെ ശിഷ്യനായ തിമോത്തി ഏഷ്യ മൈനറിൽ ലിസ്ത്ര എന്ന പ്രദേശത്ത് ജനിച്ചു. അമ്മ ഒരു യഹൂദ സ്ത്രീയും അച്ഛൻ ഒരു വിജാതീയനുമാണ്. അതുകൊണ്ട് പരിച്ഛേദനം സ്വീകരിച്ചില്ല. പൗലോസ്ലീഹ ലിസ്ട്രായിൽ ആദ്യമായി ചെന്നപ്പോൾ തിമോത്തിയും അമ്മയും ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചു. 7 വർഷം കഴിഞ്ഞ് സ്ലീഹ വീണ്ടും വന്നപ്പോൾ തപോനിഷ്ഠനും സൽസ്വഭാവിയുമായ തിമോത്തിയെ പുരോഹിതനായി കൈവയ്പ് നൽകി. അദ്ദേഹം പൗലോസ്ലീഹായുടെ സഹചാരിയും വിശുദ്ധ പ്രവർത്തകനുമായി. വിശുദ്ധ പൗലോസിന്റെ കൂടെ കുറേയേറെ സഞ്ചരിച്ചിട്ടുണ്ട്. അവസാനം എഫോസീസിലെ മെത്രാനായി നിയമിച്ചു. സ്ലീഹായുടെ 2 ലേഖനങ്ങൾ എഫോസൂസിലെ മെത്രാനായിരിക്കുക ലഭിച്ചിട്ടുള്ളത്. ദൈവനിവേശിതമായതിനാൽ വിശുദ്ധ ഗ്രന്ഥം വായിക്കാനാണ് സ്ലീഹ എപ്പോഴും ഉപദേശിച്ചിരുന്നത്. 97-ാം നൂറ്റാണ്ടിൽ പൗലോസ്ലീഹായുടെ ഈ വിശ്വസ്ത ദാസനും രക്തസാക്ഷിത്വ മകുടം ചൂടി. പ്രിയമുള്ളവരെ, ഇന്നു തന്നെയാണ് പൗലോസ്ലീഹായുടെ മറ്റൊരു ശിഷ്യനായ വിശുദ്ധ തീത്തൂസിനെയും നാം അനുസ്മരിക്കുക. അന്ത്യോക്യയിലാണ് ജനിച്ചതെങ്കിലും ഗ്രീക്കുകാരനാണ് തീത്തൂസ്. വിജാതീയനായ തീത്തൂസിനോടും സ്ലീഹ പരിച്ഛേദനം നടത്തുവാൻ ആവശ്യപ്പെട്ടിട്ടില്ല. സ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനങ്ങളിൽ തീത്തൂസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. തീത്തൂസിന്റെ മഹത്തായ സേവനങ്ങളെ വർണ്ണിക്കുന്നുമുണ്ട്. സ്ലീഹ തീത്തൂസിന് എഴുതിയ ലേഖനത്തിൽ പ്രകാരം ക്രീറ്റ് ദ്വീപിൽ ഭരണം നടത്തി എന്നാണ് മനസ്സിലാവുക. സ്ലീഹായുടെ രക്തസാക്ഷിത്വത്തിന് ശേഷം 27 കൊല്ലം കഴിഞ്ഞാണ് തീത്തൂസ് രക്തസാക്ഷിത്വം ചൂടിയത്. പ്രിയമുള്ളവരെ, പൗലോസ്ലീഹായുടെ 2 ശിഷ്യരായ വിശുദ്ധ തിമോത്തിയോസിന്റെയും തീത്തൂസിന്റെയും മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു തിങ്കളാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി റിപ്പബ്ലിക് ദിനത്തിന്റെ മംഗളങ്ങൾ നേരുന്നു.